ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മീൻ തലക്കറിയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോത മീനിൻ്റെ തലയുടെ പീസുകളാണ്. മോത മീനിൻ്റെ തലയുടെ പീസുകൾ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം. അടുത്തതായി അടി കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു കടുവും ഒരു നുള്ളു ഉലുവയും ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ഗോൾഡൻ പരുവത്തിലായി വരുന്ന സമയത്തേക്ക് മീഡിയം ടൈപ്പിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അടുത്തതായി വഴണ്ടു വന്ന സവാളയിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയും ചേർത്ത് വഴണ്ടു വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ സവാളയോടൊപ്പം തക്കാളിയെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാലകൾ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പുളിയൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്ത് ഗ്രേവി ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തലയുടെ പീസുകൾ വേകുവാൻ പാകത്തിലുള്ള വെള്ളം എത്രയാണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന തലയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് ഗ്രേവിയെല്ലാം വറ്റി കുറുകി വന്നിരിക്കുകയാണ്. അതിന് മുകളിലായി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് അവസാനമായി 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ചുറ്റിച്ചെടുക്കുക. ഇപ്പോൾ തലക്കറി റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.